സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇടിച്ച മസാല ചിക്കൻ ഉണ്ടാക്കാം. ഇത് ഇടിച്ച് തന്നെ ഉണ്ടാക്കണം, അരച്ച് ഉണ്ടാക്കരുത്. ഇടിച്ചുണ്ടാക്കുന്നതിനാണ് സൂപ്പർ സ്വാദ്. ഇത് 500 ഗ്രാം ചിക്കൻ എല്ലില്ലാതെ മുറിച്ചു വെച്ചതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ഇടിച്ചെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇടിച്ച് തന്നെ ഉണ്ടാക്കണമെന്ന്. അത് എന്തെല്ലാമാണ് എന്ന് നോക്കാം. ചെറിയ ചുവന്നുള്ളി 10-20 എണ്ണം, 3-4 പച്ചമുളക്, 5-10 വെളുത്തുള്ളി, 2-3 തണ്ട് കറിവേപ്പില, 1 ഇഞ്ച് വലുപ്പത്തിൽ 1 കഷ്ണം ഇഞ്ചി. ഇവയെല്ലാമാണ് ചതച്ചെടുക്കേണ്ടത്. നല്ലതുപോലെ ചതച്ച് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് 1/4 മുറി തേങ്ങ ചുട്ട് ചതച്ചതാണ്. തേങ്ങ പൂണ്ട് ഇതുപോലെ തീയിൽ കാണിച്ച് നമുക്ക് ചുട്ടെടുക്കാം. മുഴുവനായി ചുട്ടെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം. എങ്ങനെ ആയാലും തേങ്ങ നല്ലതുപോലെ ചുട്ടെടുക്കണം. ചുട്ടെടുക്കുന്ന തേങ്ങയുടെ സ്വാദ് സൂപ്പറാണ്. ഞാനിവിടെ തേങ്ങാപ്പൂളുകളായാണ് ചുട്ടെടുത്തത്. ഇനി ഈ കല്ലിലിട്ട് ഓരോ സാധനങ്ങളും കുത്തി ഇടിച്ച് മാറ്റി വയ്ക്കാം. ആദ്യം നമുക്ക് ചുട്ട തേങ്ങ തന്നെ ഇടിച്ച് മാറ്റി വയ്ക്കാം.
അതിനുശേഷം ഇഞ്ചി ചതച്ച് മാറ്റി വയ്ക്കാം. വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ചതച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായി ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ഈ ചതച്ച മസാല നമുക്ക് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 2 നുള്ളി കടുകുമിട്ട് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എണ്ണ കൂടുതലായി വേണ്ടവർക്ക് 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കാം. ഇനി നേരത്തെ ചതച്ചെടുത്ത എല്ലാ കൂട്ടുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി എന്ന് കണ്ടാൽ ഇതിലേക്ക് മുറിച്ചു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല പിടിക്കുന്നതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. പത്ത് മിനിറ്റ് നേരം മൂടി വെച്ച ശേഷം നമുക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. സിമ്മിൽ വെച്ച് വേണം മൂടി വയ്ക്കാൻ. ഇത് സിമ്മിൽ വെച്ച് ഇളക്കി ഉണ്ടാക്കുമ്പോൾ അതിനാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. പകുതി പുളിനാരങ്ങ നീര് കഴിഞ്ഞ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ ഇത് സൂപ്പർ സ്വാദാണ്. ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.